ഭക്ഷ്യസുരക്ഷയുള്ളൊരു ഭാരതം എന്ന മുദ്രാവാക്യവുമായി മലനാട് TV കേരളത്തിലെ 20 ലോകസഭാ മണ്ഡലങ്ങളിലെ 40ഓളം കലാലയങ്ങളിലൂടെ നടത്താൻ പോകുന്ന രണ്ടാമത് കേരള നവോത്ഥാന മാധ്യമയാത്രയ്ക്ക് ജൂലൈ 21-ന് ചാവറ കൾച്ചർ സെന്ററിൽ മുൻ ന്യായാധിപൻ ജസ്റ്റിസ് കമാൽ പാഷ, മലനാട് ന്യൂസ് മേധാവി മേജർ രവി എന്നിവർ ചേർന്ന് തുടക്കം കുറിക്കുന്ന സാഹചര്യത്തിൽ തങ്ങളുടെ അടുക്കളയിൽ പൂർണ്ണമായും ജൈവ ഭക്ഷ്യവസ്തുക്കളാലും എണ്ണയില്ലാത്ത എയർ ഫ്രൈ ചെയ്തെടുത്തതും ഒരു വില്ലാ സമൂഹത്തിന് തങ്ങളുടെ ഇഷ്ടവിഭവങ്ങൾ വിപണനത്തിനെത്തിച്ചിരിക്കുകയാണ് വള്ളത്തോൾ കൊല്ലം കുടിമുകൾ ക്രിസ്റ്റൽ ഗാർണിയർ വില്ലയിലെ 2ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള ഈ കുരുന്നുകൾ. എൻ്റെ പേര് മീനാക്ഷി, എൻ്റെ പേര് ഇഷ്യ, എൻ്റെ പേര് നോറ. നമ്മളെല്ലാവരും ഒരു ചെറിയൊരു കട ഇവിടെ ഞങ്ങളുടെ വില്ലയിൽ തുടങ്ങിയതാണ്. നമ്മുടെ അമ്മൂസും ആൻറ്റീസും എല്ലാം സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു. ഇനോഗ്രേഷൻ ചെയ്താണ് എന്തൊക്കെയാണ് സ്പെഷ്യൽ ഐറ്റംസ്? എന്തൊക്കെയാണ് ഇവിടെ? ഐസ്ക്രീം ഉണ്ടാക്കും, ബ്രൗണീസ് വിത്ത് ഐസ്ക്രീം, നാച്ചോ ബാൾ ഉണ്ടായിരുന്നു, നൂഡിൽസ് ഉണ്ടായിരുന്നു, പോപ്കോൺ ഉണ്ടായിരുന്നു, പാഷൻ ഫ്രൂട്ട് ജ്യൂസ്, മോമോസ് ഉണ്ടായിരുന്നു, പിന്നെ പോപ്കോൺ ഉണ്ടായിരുന്നു. ആരൊക്കെ മേക്ക് ചെയ്യുന്ന? ആരൊക്കെയാ? അമ്മമാരാണോ? നിങ്ങളൊക്കെ തന്നെയാണോ? പിന്നെ എന്തൊക്കെ മോളെന്തൊക്കെ ഉണ്ടാക്കിയത്? എന്തൊക്കെയാ ഉണ്ടാക്കിയത്? എപ്പോഴാണ് ഉണ്ടാക്കിയത്? ഇന്നലെ. അത് കഴിഞ്ഞിട്ട് ഷോപ്പ് തുടങ്ങുമ്പോൾ മൈക്രോവേവ് ചെയ്ത് ഹീറ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ ഫ്രൈസ് നമ്മൾ എയർ ഫ്രയർ വെച്ചുണ്ടാക്കി. അത് കസ്റ്റമേഴ്സ് ഓർഡർ ചെയ്യുന്നതിനിടയിൽ അത് ചൂടോടെ തന്നെ കൊടുത്തു. ഓയിൽ വെച്ച് ഫ്രൈ ചെയ്യുന്നത് നല്ലതല്ലാത്തതുകൊണ്ട് ഞങ്ങൾ എയർ ഫ്രയറിലാണോ? പുതിയ എയർ ഫ്രൈ സിസ്റ്റത്തിലാണ് ചെയ്തത്. ഓക്കെ ഓക്കെ വെരി ഗുഡ്. ഓക്കെ. ജ്യൂസൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ എല്ലാ സാധനങ്ങൾക്കും ഓരോരോ സോസൊക്കെ ഉണ്ട്. എല്ലാം ഈ പറയുന്നതിനോട്ട് പെസ്റ്റിസൈഡ് ഫ്രീ ആയിട്ടുള്ള പ്രോഡക്റ്റാണ് ഉപയോഗിച്ചത്? പെസ്റ്റിസൈഡ് ഒന്നും ഇല്ലാത്ത പ്രൊഡക്റ്റാണ് ഉപയോഗിച്ചത് ആണോ? ജെന്യുവൻ ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള ഫുഡാണ് അല്ലേ? ഓ വെരി ഗുഡ്. എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് ഡേ? നാളെ ഉണ്ടോ അതോ എല്ലാ ദിവസവും ഉണ്ടോ? വീക്കെൻഡിലാണോ? അടുത്ത മാസമേ ഉള്ളൂ. ഓക്കെ ഓക്കെ, കൺഗ്രാജുലേഷൻസ് കേട്ടോ. ഓക്കെ, ഹാറ്റ്സ് ഓഫ് യു. ഇഷ, മീനാക്ഷി, ഇവ, നാഥൻ, നോറ, കീർത്തി എന്നിവരാണ് KGVO അസോസിയേഷനിലെ ഇന്നത്തെ താരങ്ങൾ. ഇനിഷ്യേറ്റീവാണിത്. എന്തായാലും നല്ല രീതിയിൽ അത് കൺക്ലൂഡായി. എന്തായാലും നന്നായിട്ട് ചെയ്ത കുട്ടികൾ, നല്ല എൻകറേജിംഗ് ആയിരുന്നു. എല്ലാവരും പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. ഉദ്ഘാടകൻ എന്ന നിലയിൽ പിള്ളേരുടെ ആ ഒരു വൈബ് ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ ആ എന്താ പറയുക ഇൻവിറ്റേഷൻ മാനിച്ച് അത് നന്നായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചെന്ന് വിശ്വസിക്കുന്നു. അത് വളരെ പെട്ടെന്ന് എല്ലാ സംഭവവും ഫിനിഷായിട്ടുണ്ട്. പിള്ളേരുടെ വളരെ നല്ലൊരു ഇനിഷ്യേറ്റീവാണ്. വീണ്ടും ഇതേപോലെ തന്നെ പരിപാടി. നല്ല ഫുഡ് മേക്ക് ചെയ്ത് കഴിക്കണം അല്ലേ? ഇതൊരു മോഡലാണ്. കുട്ടികളൊക്കെ നല്ല റെസിഡൻസ് എല്ലാവരും സഹകരിച്ചു. പിള്ളേരുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു. എല്ലാം ഭംഗിയായിട്ട് പോയി. ഇൻഫാക്ട് എല്ലാം ഷോർട്ടായിരിക്കണം ഇപ്പോൾ സാധനങ്ങൾ. അടുത്ത ഡിമാൻഡ് വന്നിട്ടുണ്ട്. എഗൈൻ ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അഡൽസിൻ്റെ കാര്യമായ സപ്പോർട്ടൊന്നും ഇല്ലാതെ 3-4 ദിവസമായിട്ട് ഭയങ്കരമായ പ്ലാനിങ്ങും അത് ഇംപ്ലിമെൻ്റ് ചെയ്യലും എല്ലാമായിട്ട് പിള്ളേർ ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്ത് ഇനിഷ്യേറ്റ് ചെയ്തു. അത് ഇംപ്ലിമെൻ്റ് ചെയ്തു. കൺഗ്രാജുലേഷൻസ് വെച്ചിട്ടുണ്ട്. ഓക്കെ. ഭക്ഷ്യസുരക്ഷയില്ലാത്ത നമ്മുടെ നാടിൻ്റെ സാഹചര്യങ്ങളിൽ ഇനിവരും തലമുറയുടെ ജീവിതം സാധ്യമാക്കാൻ മലനാട് TV കേന്ദ്ര സംസ്ഥാനങ്ങൾക്ക് വിദ്യാർത്ഥികളുടെ ഭീമഹർജി സമർപ്പിക്കാനിരിക്കെയാണ് നമ്മുടെ എല്ലാം കണ്ണു തുറപ്പിക്കുന്ന ഈ വാർത്ത കടന്നുവരുന്നത്. കുട്ടികൾക്കും അവർക്ക് എല്ലാ പ്രോത്സാഹനവും നൽകിയ KGVO അസോസിയേഷനും ടീം മലനാട് ന്യൂസിൻ്റെ അഭിനന്ദനങ്ങൾ.